നിസ്കാരത്തിൽ കൂട്ടുപ്രാർത്ഥന വേണ്ട എന്ന വാദത്തിലേക്കെത്തി. എന്നിട്ടൊരിക്കൽ മദീനത്തെ പള്ളിയിൽ വന്നിരുന്ന് 2 റക്അത്ത് നിസ്കരിച്ച് മൂപ്പരിക്ക് ദുആർക്കുക, അല്ലാഹുമ്മ അർഹംനി വർഹം മുഹമ്മദൻ വലാ തർഹം മഅനാ അഹദാ. പടച്ചോനെ, എനിക്ക് നീ ഗുണം ചെയ്യണം, എൻ്റെ കൂട്ടത്തിൽ മുഹമ്മദ് നബിക്കും ഗുണം ചെയ്തോ, ഞങ്ങളെ കൂടെ വേറെ ആർക്കും ഗുണം ചെയ്യണ്ട. ഓ സുബ്ഹാനല്ലാഹ്. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവനെ വിളിച്ചു. എന്താണോ നീ ഇങ്ങനെ പറയുന്നത്? അപ്പോൾ പറഞ്ഞു, ഒരു സാധനം 2 ആൾക്ക് കൊടുക്കുന്നത് 4 ആൾക്കായി പോയാൽ ഓഹരി വെച്ച് പോകും, കുറഞ്ഞു പോകും. അതുപോലെ അള്ളാഹു തആല കൊടുക്കുമ്പോൾ എല്ലാവർക്കും കൂടി അവർ കൊടുത്തുവിട്ടാൽ നമ്മൾ ഒന്നും കിട്ടാതെയായി പോകും എന്ന് പറഞ്ഞു. ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചു കൊടുക്കുന്നു, അത് മനുഷ്യൻ്റെ സ്ഥിതിയാണ്. അള്ളാഹു അങ്ങനെയല്ല. അള്ളാഹുവിനോട് എത്രയധികം ആളുകൾ കൂടിച്ചേർന്നുകൊണ്ട് ചോദിച്ചാലും അതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഈ മഴത്തിൻ്റെ പരിപാടി, ഇത്രയും വലിയ പരിപാടിയിൽ ദ്വാരക്കളമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മളെ കണ്ണുകൊണ്ട് നോക്കിയാൽ എത്താത്ത സ്ഥലത്ത് ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടി എല്ലാവരും കൂടി അള്ളാഹുവിനോട് പറയുമ്പോൾ സാധുക്കളായ നമ്മുടെ ദുആ അള്ളാഹു തആല സ്വീകരിക്കും.